എന്തായാലും IPL നല്ല പൊരിഞ്ഞടിയാണ്. ദിഗേഷ് റാത്തിയോട് എത്ര പറഞ്ഞാലും പുള്ളിക്ക് മനസ്സിലാവത്തില്ല. കുറച്ച് അഗ്രസീവ് അല്ലാതെ നല്ല രീതിയിൽ കളിക്കണം. അതായത് അദ്ദേഹം ഗല്ലി ക്രിക്കറ്റും ഡൊമസ്റ്റിക് ക്രിക്കറ്റും ഒക്കെ കളിക്കുന്ന പോലെയാണ് IPL വന്ന് കളിക്കുന്നത്. ഭയങ്കര അഗ്രസീവാണ്, കുറച്ച് ഓവറായിട്ടുള്ള സെലിബ്രേഷനാണ്. ദിഗേഷ് റാത്തിയുടെ ആ ഒരു സെലിബ്രേഷൻ എനിക്ക് ഇഷ്ടമാണ്. പ്രത്യേകിച്ചും അദ്ദേഹം നിലത്തെഴുതി സെലിബ്രേഷൻ ചെയ്തത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബട്ട് എന്താ പ്ലേയേഴ്സിനെ നോക്കിക്കൊണ്ട് കൈ എഴുതി അത് നമുക്കറിയാം IPL ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ്, ബാറ്റൊക്കെ എടുത്തെറിഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് BCCI സ്ട്രിക്റ്റ് റൂൾസ് വെക്കുന്നത്. നമുക്കറിയാം എന്താ പറയുക, ഫുട്ബോളിലാണെങ്കിൽ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല ഹെവി ആയിട്ടുള്ള. അവിടെ ബാറ്റുണ്ട്, വിക്കറ്റ്സ് ഉണ്ട്, കട്ടിയുള്ള ബോൾസ് ഉണ്ട്. സോ ദേഷ്യത്തിന് ഇതുവല്ല എടുത്ത് എറിഞ്ഞ് അടിച്ച് മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാവും. ഫുട്ബോൾ കൂട്ടല്ല. സോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കട്ടി റൂൾസൊക്കെ BCCI വെക്കുന്നത്. സോ എന്തായാലും ദിഗേഷ് റാത്തി അത് ഫോളോ ചെയ്യണം. ഇന്ന് അഭിഷേക് ശർമ്മയോട് പൊരിഞ്ഞൊരു അടിയാണ് ഉണ്ടായത്. എന്തിനാണെന്നറിയില്ല. അഭിഷേക് ശർമ്മ ഡഗ് ഔട്ടിലും ഭയങ്കര അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. സോ എന്തായാലും ഇതൊക്കെ സോൾവ് ആയിട്ടാവും, എല്ലാം ശരിയാകും എന്നൊക്കെ വിചാരിക്കാം. സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുക. അടുത്തൊരു കാണുന്നവരെ ഗുഡ് ബൈ.